ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ജിമ്മിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഇവിടെ ചേർന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സമയത്ത് വർക്കൗട്ടിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം കണ്ട ആൾക്കാരൊന്നും ആയിരുന്നില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ വാമപ്പ് ഒക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ട്രേഡ്മില്ലിൽ കയറുന്നത്. ഈ വേർത്തൊലിക്കുന്നത് ഇതിൽ കയറിയോണ്ടല്ല, തൊട്ട് മുന്നേ തന്നെ കിട്ടിയത് ഇതിനേക്കാളും വലിയ പണിയായിരുന്നു. ഇതിൽ കയറിയ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രെയിനർ കൂടെ തന്നെ നിന്ന് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ കുറച്ചധികം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10 മണി മുതൽ 1 മണി വരെ ലേഡീസ് മാത്രമാട്ടോ അവിടെ ഉണ്ടാവാറ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നോക്കുകയായി. അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ണാടി കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഷോ ഇറക്കുകയാണ് ഇത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വാമപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇന്നൊന്ന് ചേച്ചീൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകാണ്ടായിരുന്നേ. അവൾക്കൊരു കല്യാണത്തിന് പോകാണ്ട്, അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ നേരെ വീട്ടിലെത്തി കുളിക്കാനുള്ള പരിപാടിയിലാണ്. ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ എണ്ണ തേച്ചുള്ള കുളിയൊന്നും അങ്ങനെ നടക്കാറില്ല. ഇന്ന് കുറച്ചധികം നേരം തന്നെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് കുളിച്ചത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കുകയാണ്. ചോറ് കഴിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങി ഞങ്ങളിങ്ങനെ ഓരോ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എന്നെ വീട്ടിലാക്കിയിട്ട് അവൾ തിരിച്ചു പോയിട്ടോ. എനിക്കാണെങ്കിൽ തിങ്കളാഴ്ച കോളേജിൽ സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രൊജക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതാ ഇത്രയും പേപ്പർ ഞാൻ എഴുതി കഴിഞ്ഞ് ഇനിയും ഉണ്ട് ഒരുപാട് എഴുതാൻ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ പപ്സും പൊറാട്ടയും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ടാക്കണേ. ടാറ്റാ.